ഗതികെട്ടാലേ നമ്മൾ ഇറങ്ങാറുള്ളൂ. പക്ഷേ ഇറങ്ങിയത് സത്യമാണ് എങ്കിൽ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: ഞങ്ങൾ ലക്ഷ്യം വെച്ചത് നേടുന്നത് വരെയും വെച്ച കാല് പിന്നോട്ടെടുക്കാത്തവരാണ് ഈ ക്രിസ്ത്യാനികള് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്ന് വിചാരിച്ച് നിസ്സാരമായി ആരും എഴുതിത്തള്ളേണ്ടതില്ല. ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കും, പക്ഷേ ഏതൊരു പക്ഷത്തെയും അതിജീവിക്കാൻ പോരുന്ന ക്രൂശിതന്റെ കരുത്ത് ആത്മാവിൽ ആവഹിച്ച ശക്തിയുള്ളവരാണ് ഞങ്ങള് എന്ന സത്യം ആരും വിസ്മരിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ASMI സന്യാസിനി സമൂഹത്തിലെ രണ്ട് പ്രിയപ്പെട്ട സഹോദരിമാര്, സിസ്റ്റർ പ്രീതി മേരി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രിയപുത്രിയാണ് എങ്കിൽ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് തലശ്ശേരി അതിരൂപതയുടെ മകളാണ്. അവർ രണ്ടുപേരും ഇന്ന് ഛത്തീസ്ഗഡിലെ ഭരണകൂട ഭീകരതയ്ക്കിരയായി ജയിലിൽ കഴിയുന്ന ഗതികേടിന്റെ സാഹചര്യത്തിലാണ് നാം ഈ പ്രതിഷേധാഗ്നിയുമായി ഈ അങ്കമാലിയുടെ മണ്ണില് ഒരുമിച്ച് ചേരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത് ഈ ഭരണകൂടമാണ് ലോകത്തോട് പറയേണ്ടത്. കാലം മാപ്പ് തരാത്ത കിരാതത്വമാണ് അല്ലയോ ഛത്തീസ്ഗഡിലെ സർക്കാർ നിങ്ങൾ ചെയ്തത് എന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. കാരണം നിങ്ങൾ ചെയ്തത് നന്മയുടെ മുഖത്തേക്ക് ചെളിവാരിയെറിയുക മാത്രമല്ല, ആ നന്മയുടെ കണ്ണുകളിലെ പ്രകാശം കെടുത്താൻ ബോധപൂർവം പരിശ്രമിക്കുകയാണ് ചെയ്തത്. അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളത് തിരിച്ചറിയുക.